ആണുള്ളത്. ഒന്നാമത് ട്യൂൺ എന്ന് പറഞ്ഞ ആപ്പും രണ്ടാമത് പിക്സാർട്ട് എന്ന ഇതിലേതെങ്കിലും എങ്ങനെ മേക്ക് ചെയ്യാന്നാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ട്യൂണാപ്പും അതുപോലെ തന്നെ. നമസ്കാരം ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ, സൂരജിലേക്ക് അവർക്കും സ്വാഗതം. കൂട്ടുകാരെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു വസ്തുതയാണ്, അതായത് ഈ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കാർട്ടൂണും കാരിക്കേച്ചറുമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ട്യൂണാപ്പ് എന്നൊരു ആപ്പ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിപ്പോൾ വളരെ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്, വിത്ത് ഓവർ 10 മില്യൺ ഡൗൺലോഡും 4.1 റേറ്റിംഗും. പക്ഷെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡിനെ കുറിച്ചാണ്. കൂട്ടുകാർ, ഈ ആപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാലും ഇതിനെ സീരിയസ്ലി ഇത് കൺസേൺ ചെയ്യുന്ന ഒരു ടീം ആൾക്കാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്, അതായത് ഡിജിറ്റൽ ആർട്ടിസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ, ഒരു സൈഡിൽ ഇത് ഡിജിറ്റൽ ആർട്ട് ആണെന്ന് പറഞ്ഞ് ഈ ആപ്പിനെ കുറിച്ച് അറിയാത്തവർക്ക് ഫിൽറ്റർ ഉണ്ടാക്കി 100-200 രൂപയ്ക്ക് മേടിക്കുന്ന ടീംസ് ഉണ്ട്. മറു സൈഡിൽ ഇത് ഉണ്ടാക്കുന്നതും ശരിക്കുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കുന്ന പോർട്രേറ്റ്സും തമ്മിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഏതാണ് ഈ ഫിൽറ്റർ ഉണ്ടാക്കിയതും ഏതാണ് ശരിക്കുള്ള ആർട്ടിസ്റ്റുകൾ വരച്ചതെന്ന് പോലും ആൾക്കാർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ പേര് ജെന്യുവൻലി കൺസേൺഡ് ആണ്. പക്ഷേ കൂട്ടുകാരെ, ഈ ആപ്പ് എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ആർട്ടിസ്റ്റുകൾ അത്ര ലെവൽ എങ്ങനെയെങ്കിലും വരയ്ക്കാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മിക്കവാറും ഇല്ലല്ലേ? റോങ് കൂട്ടുകാർ, ഇത് വേറൊരു തുടക്കം മാത്രമാണ്. ബിക്കോസ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ഒരു മെയിൻ കാര്യത്തെയാണ് നിങ്ങൾ വിട്ടുപോകുന്നത്. ഇതിനും വലിയൊരു ഭീഷണി, മനുഷ്യരാശിയിൽ മേളിൽ നിൽക്കാൻ കൽപ്പുള്ള ഒരു വസ്തുത, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. നമ്മൾ മനുഷ്യരെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ബുദ്ധിയും ബോധവുമാണ്. ആ ബുദ്ധി കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. ചിന്തിക്കാം, കളിക്കാം, വായിക്കാം, എഴുതാം, മനസ്സിലാക്കാം, കഴിക്കാം, ഉള്ളിലുള്ള കലാകാരനെ കൊണ്ടുവരാം, എക്സെട്ര. ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയും ബോധവും ഉള്ളത് മനുഷ്യന് തന്നെയാണ്. ഈ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തിരൻ, ടെർമിനേറ്റർ, ആൻഡ്രോയിഡ് കുഞ്ഞമ്മൻ, ഇതൊക്കെ നല്ല എക്സാമ്പിളാണ്. നമ്മളൊരു കാര്യം കമ്പ്യൂട്ടറിനോട് ചെയ്യാൻ പറയുന്നത് കോഡ് യൂസ് ചെയ്താണ്. നമ്മൾ എന്ത് കോഡാണോ അവർക്ക് കൊടുക്കുന്നത് ആ കോഡിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് എന്ത് ചെയ്താലും അതിന് സകല ക്രെഡിറ്റും ആ കോഡർക്കുള്ളതാണ്. ബട്ട് AI കാര്യം അങ്ങനല്ല. കോടിക്കണക്കിനുള്ള ന്യൂറോൺസ് കാരണമാണ് നമ്മുടെ ബ്രെയിൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം ഇതുപോലെ തന്നെ. ന്യൂറോൺസിന് പകരം നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരു ഏജൻറ്റും എൻവയോൺമെൻറ്റും കാണും. ഇപ്പോൾ മനുഷ്യരാണെങ്കിൽ ചുറ്റുപാടിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചുറ്റുപാടിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും, പിന്നെ ചുറ്റുപാട് മാറുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ അഡാപ്റ്റ് ചെയ്യും. ഇങ്ങനെ അഡാപ്റ്റ് ചെയ്താണ് നമുക്ക് ഓവർ ടൈം ബുദ്ധിയും ബോധവും വന്നു തുടങ്ങുന്നത്. ഇതിനെയാണ് റീഇൻഫോഴ്സ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കേസിലും അങ്ങനെ തന്നെ. എൻവയോൺമെൻറ്റ് അനുസരിച്ച് ഏജൻറ്റിൻ്റെ ഒരു ടാസ്ക് ഉണ്ടാവും ചെയ്യാൻ. ആ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ എൻവയോൺമെൻറ്റ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ കുറച്ചുകൂടെ പാടുള്ള ടാസ്കുകൾ ചെയ്യും. അപ്പോൾ പിന്നെ എൻവയോൺമെൻറ്റ് മാറുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്ത് ഓവർ ടൈം സൈക്കിൾ പോലെ കണ്ടിന്യൂ ആയി ഓവർ ടൈം ആ AI കൂടുതൽ സ്മാർട്ട് ആകാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഡ് കൊടുത്താൽ അതുപോലെ ചെയ്യുന്ന ഒരു വസ്തുതയല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ് കൊടുക്കുകയാണെങ്കിൽ ആ AI സ്വന്തമായിട്ട് കോഡ് ചേഞ്ച് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം മനുഷ്യനാണെങ്കിൽ തന്നെ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് വർഷങ്ങളോളമുള്ള മ്യൂട്ടേഷനിൽ നിന്നും എവല്യൂഷനിൽ നിന്നാണ് ഇത്രയും മാറാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. അതിനെ കോഡിന് സ്വന്തമായിട്ട് മ്യൂട്ടേറ്റ് ആകാൻ, എവോൾവ് ആകാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ സ്മാർട്ട് ആകാൻ തുടങ്ങുന്നത്. സ്പോട്ടിഫൈ റെക്കമെൻഡ് ചെയ്ത മ്യൂസിക്, ഗൂഗിൾ മാപ്സ്, യൂട്യൂബിൽ വരുന്ന റെക്കമെൻഡേഷൻസ്, നമ്മുടെ ക്യാമറകൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ AI ആണ്. ഇപ്പോഴും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എടാ അതൊക്കെ ശരിയാ, പക്ഷേ ഈ ട്യൂണാപ്പിന് ഡിജിറ്റൽ ആർട്ടിസ്റ്റുകളെ എന്തെങ്കിലും കടത്തി വെട്ടാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? കുറെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ക്രിയേറ്റിവിറ്റി എന്നൊരു സാധനം വേണ്ടേ? ക്രിയേറ്റിവിറ്റി. നിങ്ങളൊന്ന് ക്ഷമിച്ചിരി, അതിലോട്ട് ഉടനെ ഞാൻ കടക്കാം. സാധാരണ ആപ്പിലെ പോലെ പച്ച, മഞ്ഞ, നീല കളർ വേരിയേഷൻസ് തരുന്ന രീതിയിലല്ല ഇവിടെ ഫിൽറ്റർ ഇട്ട് കാണിക്കുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മോർ സ്പെസിഫിക്കലി GAN അഥവാ ജനറൽ അഡ്വേഴ്സിയൽ നെറ്റ്വർക്ക് എന്നൊരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടാണ് ഇത് സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആപ്പിന് കഴിവ് വെച്ചിട്ട് നിങ്ങൾ പലവരും ചോദിക്കും, അയ്യേ ഇതാണോ ഇതൊന്നും നമ്മുടെ 7 അയൽപക്കത്ത് വരില്ലല്ലോടാ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റോങ്. ഒരു സമയത്ത് ചെസ്സിൽ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞ സമയത്ത് AI നമ്മളെ ചെസ്സിൽ തോപ്പിക്കാൻ സാധിക്കുമെങ്കിൽ AI നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണെന്ന് പറയുമായിരുന്നു. പക്ഷേ 1997 IBMന്റെ ഡീപ് ബ്ലൂ എന്ന AI വേൾഡ് ചെസ് ചാമ്പ്യനെയാണ് തോൽപ്പിച്ചത്. പിന്നെ പറഞ്ഞു നമ്മളെപ്പോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുമെങ്കിൽ AI നമ്മളെക്കാളും ബുദ്ധിയുണ്ടെന്ന് പറയുമായിരുന്നെന്ന്. പക്ഷേ വീണ്ടും 2011 IBMന്റെ വാട്സൺ എന്ന AI അത് ചെയ്ത് കാണിച്ചു. പിന്നെ പറഞ്ഞു ഈ മാത്തമാറ്റിക്കൽ ബേസ്ഡ് ഗെയിംസിലേക്ക് ചെസ്സിനെ പകരം ക്രിയേറ്റിവിറ്റിയും ഇൻഡ്യൂഷനും വേണ്ട ഗോ പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. പക്ഷേ 2015 AlphaGo എന്നൊരു AI ലോകത്തിലെ ഗോ വേൾഡ് ചാമ്പ്യനായ ലീ സെഡോളിനെ 5-4 കളിയിലാണ് തോൽപ്പിച്ചത്. പിന്നെ വേറൊരു അപ്ഗ്രേഡഡ് വേർഷൻ വന്നു, AlphaZero എന്നൊരു AI. അത് ഈ AlphaGoയെ 100 കളിയിലും തോൽപ്പിച്ചു. ഇപ്പോൾ AIക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മനുഷ്യരെക്കാട്ടിലും ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ സയൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഈ നിലയിൽ ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് അഥവാ ബോധം വന്നതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റിവിറ്റിയും കൂടെ ഉള്ളത് കൊണ്ടാണ്. ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ 2 ഡ്രോയിങ്സ് കണ്ടോ?
ഇതിൽ ഒരെണ്ണം ഒരു റിയൽ ആർട്ടിസ്റ്റ് വരച്ചതും ഒരെണ്ണം AI വരച്ചതുമാണ്. പക്ഷെ നിങ്ങൾക്കിത് ഏതാണ് AI വരച്ചതും ആർട്ടിസ്റ്റ് വരച്ചതെന്ന് പറയാൻ ഓൾമോസ്റ്റ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. ഞാൻ ഈ കാണിച്ച ഡ്രോയിങ്സ് ടൂണപ്പ് മാത്രമല്ല ഈ ഗാനം എന്ന് പറഞ്ഞ് AI ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ലൈക്ക് ആൾക്കാർ ഡിസ്നി അല്ലെ പിക്സർ കാർട്ടൂൺ രീതിയിലോട്ട് മാറ്റുക. അതിനിപ്പോൾ ടൂണിഫൈ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ക്ലാസിക്കൽ പെയിന്റിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഫേസസ് ആനിമേറ്റ് ചെയ്യുക, പണ്ടത്തെ പ്രതിമകൾ ഇപ്പോൾ മനുഷ്യരല്ല എങ്ങനെ ഇരിക്കുന്നു കാണിക്കുക, വീഡിയോസിന് FPS കൂട്ടി സ്ലോ മോഷൻ ആക്കുക, വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടുക, ഇമേജസിൽ നിന്ന് 3D മോഡൽസ് ഉണ്ടാക്കുക, വെറും ശബ്ദം കെട്ടേണ്ട ഒരാളുടെ മുഖം ക്രിയേറ്റ് ചെയ്യുക, സ്ട്രെല്ലേ നീ പെട്ടടാ, സ്വന്തമായി മ്യൂസിക് ഉണ്ടാക്കുക, ലോകത്തിലില്ലാത്ത ഒരാളുടെ ഫേസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂട്ടുകാരെ, ഞാനിപ്പോൾ പറഞ്ഞത് വെറും ഒരേ AIയുടെ കാര്യം മാത്രമാണ്. GPT-3 ഓർ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ 3 നമ്മൾ തോറ്റു പോകുന്ന രീതിയിലാണ് കവിതകളും ന്യൂസ് ആർട്ടിക്കിളുകളും കോഡുകളൊക്കെ എഴുതുന്നത്. അതായത് ഇതിൻ്റെ എഴുത്താണ് ഇതിൻ്റെ മെയിൻ. ഒരു AI ആണ് ഇത് എഴുതുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുന്ന ഡിസ്ക്രിപ്ഷൻ വെച്ചൊരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കി തരും. നമ്മളും ഐൻസ്റ്റീനും തമ്മിലുള്ള സംഭാഷണം നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ വരെ അതിന് കോംപ്രഹെൻഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിയുണ്ട്. ഓക്കെ, ഞാൻ ഇത്രയൊക്കെ എക്സാംസ് തന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രസ് ആയിരിക്കും. എനിക്ക് കുറച്ചുകൂടെ എക്സാംസ് തരാനുണ്ട്. സമയം ലഭിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുവാണ്. സ്റ്റൈലിസ്റ്റ് 100 പെയിന്റിങ്സ് ഒരു ഇമേജിനെ ഓയിൽ പെയിന്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ പിക്സലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 2016 IBMന്റെ AI മോർഗൻ എന്നൊരു വീഡിയോ ട്രെയിൽ സ്വന്തമായിട്ട് ചെയ്തു. അനിമേറ്റഡ് സ്കെച്ചിന് എൻ്റെ എല്ലാ അനിമേ തിരിച്ച് ഡ്രോയിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിക്സൽ ടു പിക്സൽ കാർട്ടൂൺസിന് ക്യാരക്ടേഴ്സിന് തിരിച്ച് മനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ മണിക്കൂറോളം കിടന്ന് തൊലയുന്നതിന് പകരം മാത്ലാബ് എന്ന AI ഇമേജിനെ ഹൈലൈറ്റ് ആൻഡ് ഷാഡോ നിഷ്പ്രയോഗിക്കാൻ ശ്രമിക്കും. സ്റ്റൈൽ ടു പെയിൻസ് എന്ന AI മാങ്ക സ്വയം കളർ ചെയ്യും. ഇനി ഇതുപോലെ ഒരുപാട് AI ഉണ്ട്. അല്ലെങ്കിൽ പഴയ ഫോട്ടോസിലെ വ്യക്തികളെ എടുത്ത് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് കളർ ചെയ്യുക, റീസ്റ്റോർ ചെയ്യും. ഇപ്പോൾ പുതിയ AI യൂസ് ചെയ്ത് മനുഷ്യരെ പോലെ കറക്റ്റ് മനുഷ്യൻ്റെ ലുക്കിൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ എടുത്ത പോലെയുള്ള ലുക്കിൽ വരെ ആക്കാൻ സാധിക്കും. പിന്നെ ഫോട്ടോയിൽ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ AIക്ക് വേണം മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന ലെവൽ വരെ എത്താൻ സാധിക്കും. പക്ഷേ ഈവൻ ക്രിയേറ്റീവായിട്ടുള്ള AIക്ക് നമുക്ക് പണി തരാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് പണി തരാൻ സാധിക്കുന്ന വേറൊരു AI ആണ് ഞാൻ നേരത്തെ പറഞ്ഞ GPT-3. ഈ GPT-3 ഫുള്ളായിട്ട് ഇതുവരെ പബ്ലിക്കലി റിലീസ് ചെയ്തിട്ടില്ല. കാരണം ഇത് റിലീസ് ചെയ്തെങ്കിൽ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ബാങ്കിങ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടി മനുഷ്യരെ കൺവിൻസ് ചെയ്യുന്ന രീതി വേണ്ടി സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി ആൾക്കാർ ലോഗിൻ ആയിട്ട് തട്ടാൻ സാധിക്കും. ഈവൻ സ്കൂൾ കോളേജ് ഹോംവർക്ക് വരെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും AI യൂസ് ചെയ്ത്. പക്ഷേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും സ്റ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ AI നമ്മുടെ അത്രയും വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കിന്ന് ബാങ്കിൽ പോകണം, പക്ഷേ ഇന്ന് ബാങ്ക് അവധിയാണ്. അപ്പോൾ GPT-3 പറയുമായിരിക്കും നിങ്ങൾ ബാങ്കിൽ കുത്തി തുറക്കാൻ. പക്ഷേ നമ്മൾ പ്രോസർ അല്ല മണി ഹേസ്റ്റിലെ ബാങ്കിൽ കുത്തി തുറക്കാൻ. അതുപോലെ തന്നെ ഈ ടൂണാപ്പിൽ ഉണ്ടാക്കുന്ന കാർട്ടൂൺസ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമുക്ക് കാണാറുണ്ട്. അത് സ്റ്റിൽ പെർഫെക്റ്റ് അല്ല. പക്ഷേ അവിടാണ് സുഹൃത്തുക്കളെ റിയൽ ചാലഞ്ച് തുടങ്ങാൻ പോകുന്നത്. റോബോട്ട്സിനെ മനുഷ്യനെ തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടൂറിംഗ് ടെസ്റ്റ്. ക്യാപ്ചയൊക്കെ അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ്. പക്ഷേ ഓവർ ടൈം പല AI ഈ ടൂറിംഗ് ടെസ്റ്റിനെ വീണ്ടും വീണ്ടും കടത്തിവെട്ടുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് ലോകപ്രശസ്തരായ വ്യക്തികൾ ലൈക്ക് ഈലോൺ മസ്ക്, സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണെന്ന്. ഈലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പണിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് AI എന്ന്. നമ്മൾക്ക് എത്രയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും നമ്മുടെ ബ്രെയിൻ സൈസിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ AIക്ക് അതിൻ്റെ സെർവറും ബ്രെയിനൊക്കെ എത്ര വലുതെങ്കിലും വലുതാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ 20,000 വർഷങ്ങളോളമുള്ള കണ്ടുപിടുത്തങ്ങളും റീസർച്ചും ഒക്കെ ഒരു സൂപ്പർ AIക്ക് വെറും ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ സാധിക്കും. വെറും ഒരാഴ്ച. ഞാൻ പറയുന്നതൊക്കെ എക്സാജറേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കേട്ടോ. AI ഇപ്പോൾ വളരുന്നത് കോൺസ്റ്റന്റ് റേറ്റിലല്ല, എക്സ്പോണൻഷ്യലാണ്. ഡബിൾ ട്രിപ്പിൾ അങ്ങനെ ഒരു രീതിയിലാണ് വളരുന്നത്. അങ്ങനെ ഓവർ ടൈം ഒരു AI അതിലും പവർഫുൾ ആയിട്ടൊരു AI ഉണ്ടാക്കും. അത് വീണ്ടും പവർഫുൾ ആയിട്ടൊരു AI ഉണ്ടാക്കും. അങ്ങനെ ഒരു സൂപ്പർ AI ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്പോണൻഷ്യലായിട്ട് വളരാൻ സാധിക്കുവാണെങ്കിൽ AI ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗത്ത് എത്തിച്ചേരുന്നതാണ്. ആ ഭാഗത്ത് എത്തിച്ചേരുവാണെങ്കിൽ മനുഷ്യന് പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇന്റലിജൻസ് ആയിരിക്കും AIക്കുള്ളത്. നമ്മളെങ്ങനെയാണ് ഉറുമ്പിനെ കാണുന്നത് അതുപോലെ ആയിരിക്കും AI നമ്മളെ കാണുന്നത്. പ്രമുഖ സയന്റിസ്റ്റ് റേ കുർസ്വെൽ പറഞ്ഞിട്ടുണ്ട് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി 2045 സംഭവിക്കാവുന്നതാണ്. അതായത് വെറും 24 വർഷത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ചിലരെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ട് വേവലാതിപ്പെട്ട് കാണും. പക്ഷേ നമുക്കിതൊരു വേർസ്റ്റ് കേസ് സിനാറിയോ ആയിട്ട് കാണാം. ലോകത്തിലുള്ള എല്ലാ ന്യൂക്ലിയർ മിസൈൽസ് ഹാക്ക് ചെയ്ത് മനുഷ്യരാശിയെ നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിലുള്ള വിവിധ സിറ്റികളിൽ ഇടുന്ന റോബോട്ട്സിന് പകരം നമ്മുടെ കൂടെ കോമ്പറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം കൊളാബറേറ്ററായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു AI ഉണ്ടാകുമെന്നാണ് ഫേമസ് പീപ്പിളായ ലൈക്ക് ഓക്സ്ഫോർഡിലെ പ്രൊഫസറായ മാർക്കസ് ഡേ സത്തോയി പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ജോബ്സ് ഒക്കെ തട്ടിയെടുക്കുന്നതിന് പകരം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടൂൾ ആയിരിക്കും AI എന്നാണ് പറയപ്പെടുന്നത്. ഹ്യൂമൻ സിവിലൈസേഷൻ ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്ന് ക്രിയേറ്റിവിറ്റി എന്നൊരു കാര്യമാണ്. അപ്പോൾ AI നമ്മളെ കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ വേണ്ടി ചലഞ്ച് ചെയ്യുമെന്നാണ് മാർക്കസ് പറയുന്നത്. റെഫി കാനഡോൾ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് AIയുടെ സഹായത്തോടാണ് പടങ്ങളൊക്കെ വരയ്ക്കുന്നത്. ദെയർഫോർ അവിടെ ഒരു കൊളാബറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അതിനൊരു സ്വയബോധം വന്നാൽ തന്നെ നമ്മൾക്ക് ഭീഷണിയാകുന്ന രീതിയിലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതിന് പകരം നമ്മളെ മനസ്സിലാകുന്ന ഒരു എംപത്തറ്റിക് AI വരുമെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യരെ പോലെ തന്നെ അതും ലോകത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് കാണിക്കാൻ വേണ്ടി സംഗീതവും പടങ്ങളൊക്കെ നമ്മളെയും വരച്ച് കാണിക്കുമായിരിക്കും. നമ്മളെ പോലെ തന്നെ ചില കാര്യങ്ങളിൽ AI മികച്ചതായിരിക്കും, ചില കാര്യങ്ങളിൽ നമ്മൾ മികച്ചതായിരിക്കും.
കൂട്ടുകാരെ, അപ്പോൾ എനിക്ക് ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇത്ര നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് 2 വശങ്ങളും ഉണ്ട്. തൽക്കാലം എന്തായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇതിനെ ഡിജിറ്റൽ ആർട്ട് എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് ചില ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഓവർ ടൈം ഈ AI സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് റിയൽ ഏതാ AI ഉണ്ടാക്കിയത് ഏതാണെന്ന്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമയമെടുത്ത് വരയ്ക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് വി അപ്രിഷിയേറ്റ് ഇറ്റ്. ബട്ട് ഇപ്പോൾ AI കാരണം കസ്റ്റമറായി ഇപ്പോൾ കിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ചോയ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവരൊരു കാർട്ടൂൺ വേർഷൻ ഉണ്ടാക്കും. പക്ഷേ ഈ ടൂണാപ്പൊക്കെ വരയ്ക്കുന്നതിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെയാണ് മാസ്. പിന്നെ ഞാൻ ഈയിടെയായിട്ട് ഇൻസ്റ്റയിൽ കണ്ട ഒരു സംഭവമാണ് #സേവ് ഡിജിറ്റൽ ആർട്ട്, #സേവ് ഡിജിറ്റൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഹാഷ്ടാഗ്സ്. പക്ഷേ അത് മണ്ടത്തരമാണ്. കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസേ പ്രിഫർ ചെയ്യാറുള്ളൂ. അവിടെ അവർ എപ്പോഴും മറ്റുള്ളവരുടെ എമ്പതി കാണിച്ച് ഡിജിറ്റൽ ആർട്ടിസ്റ്റുകളെ സേവ് ചെയ്യാൻ നിൽക്കണമെന്നില്ല. ഇനി ഇതുപോലെ ഒരു വേറൊരു ബെറ്റർ AI ഉറപ്പായിട്ടും വരും. അപ്പോഴും നിങ്ങൾ എങ്ങനെയും പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഹാഷ്ടാഗ്സ് യൂസ്ലെസ് ആണ് ഐ തിങ്ക്. അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വളർത്തുകയാണ് വേണ്ടത്. അതിപ്പോൾ ആർട്ടല്ല, ഏത് ഫീൽഡ് ആണെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക, സ്വയം വളരുക, AI പോലുള്ള കാര്യങ്ങളുടെ സാധ്യതകൾ അറിഞ്ഞിട്ട് മാർക്കോസ് പറഞ്ഞ പോലെ കൊളാബറേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ ക്ലബ് ഹൗസ് ഒക്കെ ഫേമസ് ആകുന്ന ടൈമാണ്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ നടത്താം. വളരെ നല്ലതാണ്. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ക്രിറ്റിസിസംസോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽത്തിയായ രീതിയിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കൊന്ന് പറയാവുന്നതാണ്. അപ്പോൾ ബൈ ബൈ.